ഹായ് മക്കളെ, നിങ്ങളെല്ലാവരും ആ തമ്മിലേയും കണ്ടു വന്നതാണ് ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റ് വന്നെന്നുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് ക്രിസ്മസ് എക്സാം ആയാലും എന്നാ തുടങ്ങേണ്ടതെന്നുള്ളത്. അതിന് മുന്നേ വേറെ കാര്യം പറഞ്ഞിട്ടെ, നമ്മൾ ഓൺ എക്സാം കഴിഞ്ഞിട്ട് എത്ര മാസമായി അറിയോ? ഒരു മാസം കഴിഞ്ഞ്. എക്സാമിന് ഇറങ്ങിയ സമയത്ത് നമ്മൾ കുറേ ഡയലോഗൊക്കെ അടിച്ചിന്. എന്താ അറിയണോ? ഞാൻ എന്തായാലും ക്രിസ്മസ് എക്സാമിന് അടിപൊളിയാക്കും, സെറ്റായിട്ട് മാർക്ക് വാങ്ങുന്നൊക്കെ. ഒരു മാസം കഴിഞ്ഞ് എന്താ നിങ്ങൾ പഠിച്ചേ? ഇനി ആകെ ക്രിസ്മസ് എക്സാമിനുള്ളത് 2.5 മാസം. ആ മാസം കൊണ്ട് നമ്മൾ തീർക്കുന്ന ചാപ്റ്ററിന് എണ്ണം എൻ്റെ മക്കൾക്ക് അറിയോ? ഓൺ എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത് 2 ചാപ്റ്റർ, അതും 5 മാസം ഉണ്ടായിരുന്നു. ഇനി ക്രിസ്മസ് എക്സാമിന് 6 ചാപ്റ്റർ, വെറും 2.5 മാസം. എങ്ങനെ പഠിച്ചു തീർക്കും? പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഓൺ എക്സാം ചോദിച്ചത് ഓൺ എക്സാമിന് കഴിഞ്ഞ് ക്രിസ്മസ് എക്സാം ചോദിക്കില്ല എന്നുള്ളത്. മക്കളെ, അതും വെറും തെറ്റിദ്ധാരണയാണ്. അതൊന്നും നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആകെ കുറച്ച് സമയമേ ഉള്ളൂ. കൃത്യമായിട്ട് പ്ലാൻ വേണം. അപ്പം എന്താ ചെയ്യാന്നല്ലേ? വളരെ സിമ്പിളായ കാര്യമാണ്. ഇപ്പോൾ ബാച്ചിലുള്ള മക്കൾ ബാച്ചിൽ കൃത്യം ലൈവ് നടക്കുന്നുണ്ട്. ആ ലൈവ് ക്ലാസ്സിന് എൻ്റെ മക്കൾ കാണാം. ഞാൻ ആരെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക. മാത്രമല്ല, ഇനി വേണ്ട കാര്യം ഒറ്റൊന്നേ ഉള്ളൂ, എക്സാമുകൾ പ്രോപ്പർ ചെയ്താൽ. കാരണം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അതും എൻ്റെ മക്കൾ കൃത്യമായിട്ട് നോക്കാം. ഇത് രണ്ടും നമുക്ക് സെറ്റപ്പ് ആക്കാം. മക്കളെ, ആരെങ്കിലും ബാച്ച് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തോ. നമ്മൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നമുക്ക് പൊളിച്ചടക്കണം, സെറ്റാക്കി മാറ്റണം.